എന്തതിന്റെ അർത്ഥം എന്നറിയോ? മാലിക് യൗമിൽ ബഅസി വൽ ജസായി, ഉയർത്തെഴുന്നേൽപ്പിന്റെയും പ്രതിഫലത്തിന്റെയും ദിനത്തിന്റെ അധിപനാണ് അല്ലാഹു തആല എന്നാണ് പറയുന്നത്. പ്രതിഫലത്തിന്റെ ദിനം. എന്നിട്ട് ഇമാം റാസി തങ്ങൾ എന്നെ സമർത്ഥിക്കുകയാണ് തക്രീറു അന്നഹു ലാ ബുദ്ദ മിനൽ ഫർഖി ബൈനൽ മുഹ്സിനി വൽ മുസ്ലിം. സുകർമ്മികളുടെയും അതുപോലെ തന്നെ പാവികളുടെയും ഇടയിലൊരു വ്യത്യാസം വേണം. വൽ മുത്തീ വൽ ആസി, വൈപ്പെട്ടവന്റെയും ധിക്കരിച്ചവന്റെയും ഇടയിലൊരു മാറ്റമൊക്കെ ഉണ്ടാവണമെന്ന്. ഇവിടെ ആളുകൾ രണ്ടായിട്ടാണ്. അള്ളാഹുവിനെ നല്ല ശ്രദ്ധിച്ച് തഖ്വയോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ട്, ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. രണ്ടു കൂട്ടക്കാരും ഇവിടെ നിന്ന് അങ്ങനെ മരിച്ചു പോകുന്നു. ധിക്കരിച്ചവർക്ക് ചിലപ്പോൾ ഒരു തിരിച്ചടി കിട്ടിക്കോണമെന്നില്ല, സുഖം സ്വന്തമായിട്ട് മരിച്ചു പോകുന്നതിൽ ചിലപ്പോൾ. നല്ല അനുസരിച്ച് ജീവിച്ച മക്കൾക്ക് ചിലപ്പോൾ ഇവിടെ പരീക്ഷണങ്ങളോട് പരീക്ഷണങ്ങളായിക്കാരം. രണ്ടു കൂട്ടക്കാർ ഈ ദുനിയാവിലെങ്ങനെ മരിച്ചു കഴിഞ്ഞ് അയിമ തന്നെ അവസാനിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ നിന്നൊരു അർത്ഥമില്ല. ഇങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഈ ലോകത്തോടു കൂടെ അവസാനിക്കുകയാണെങ്കിൽ അർത്ഥമല്ല. എന്തേ അല്ലേ? അങ്ങനല്ലേ? ഇത് തോന്നുന്നില്ലേ രോഗി? അപ്പൊ അതുകൊണ്ട് ഈ ദുനിയാവില് ഈ നന്മ തിന്മകൾക്കുള്ള വളരെ കറക്റ്റായ പ്രതിഫലമൊന്നും നടക്കണമല്ല, ഒരു നിലക്കും നടക്കൂല, ഉറപ്പാ. ആളുകൾ രണ്ട് കോലത്തിലുണ്ട്. ഇമാം റാസി തങ്ങൾ ഇവിടെ ഉദ്ധരിച്ചൊരു സംഭവം ഞങ്ങൾക്ക് ആദ്യം കളിപ്പിച്ചു തരാം. എല്ലാവരും ഒരേ മരക്കല്ല ഇവിടെ ജീവിക്കുന്നതല്ലേണ്ടേ, വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ ഒരു ഒറ്റ ഉദാഹരണം ചെറുത്. അന്ന അബ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു, ഇമാമുൽ ആലം അബു ഹനീഫ തങ്ങൾ കാനലു വല ബയലിൽ മജൂസി മാലുദ്, ഒരു മജൂസി കുറച്ച് സമ്പത്ത് കൊടുക്കാണ്ടേനെ അദ്ദേഹത്തിന്, എന്തോ പൈസ കൊടുക്കാണ്ട്. അങ്ങനെ ഇലാ ദാരിഹി, മജൂസിന്റെ വീട്ടിലേക്ക് ഇമാം അവർ പോയി. ഈ ഉത്താലിബോ ഈ കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാ. ഫലമ്മ വസലിന ബാബി ദാരിഹി, അങ്ങനെ കവാടത്തെങ്കിൽ എത്തിയപ്പോ വക്കാല നൈലി നജാസത്തുൻ, ഇമാമിന്റെ ചെരുപ്പുമ്പിൽ നജസായിന, മുറ്റത്തുനിന്ന് നജസായി മജൂസിന്റെ. ഫനഫദനായാലോ, അവർ ചെരുപ്പം അങ്ങോട്ട് കുടഞ്ഞു പോകര്, അത് കുടച്ചത് കൂടെയല്ല, നൈസ് പോകാൻ വേണ്ടിയിട്ട് കുടഞ്ഞതോടുകൂടി ഫർത്തഫയത്തിന് നജാസ്, ചെരുപ്പിൽ നിന്ന് ആ നജസ് നീങ്ങിയിട്ട് നേരെ മജൂസിന്റെ മതിലുമിൽ പോയിട്ടായി നജസ്. അബൂ ഹനീഫ, അബൂ ഹനീഫ ഞങ്ങളങ്ങോട്ട് ബേജാറായി, എന്താ ഇപ്പൊ കാട്ട വെച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ ഇവന്റെ മതിൽ നജസാക്കില്ലേ മജൂസിന്റെ. അപ്പൊ കാല അബൂ ഹനീഫ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇൻ തറത്വാ അതങ്ങനെ ആ നെൽസോട് നിർത്തുകയാണെങ്കിൽ ഓന്റെ മതില് അടുക്കാവും. ഞാൻ അയിമന്നത് മാന്തി കളയാണെങ്കിൽ ഇന്നതറ തുറാബുമില്ലായെത്തി മധുരമെന്ന് മണ്ണ് പോവും. അവൻ നെജസ് കളയാൻ ഒരു മാർഗവുമില്ല. നെജസ് ചൊറിഞ്ഞ് മാന്തി ചുരണ്ടി കളയാണെങ്കിൽ ഓന്റെ മണ്ണ് പോവും. അങ്ങനെ നിർത്തുകയാണെങ്കിൽ ഓന്റെ ഈ മതിലെന്താവും ചെയ്യും, അഴുക്കാവും ചെയ്യും. കുടുങ്ങിയല്ലോ, ബേജാറായി അതാണ്. പതക്കൽ ബാബ, ഇമാം എന്താ വാതുക്കൽ മുട്ടി. ഫഹറജത്തിൽ ജാരിയത്തു, അപ്പൊ അവിടുത്തെ പരിചാരക വന്നിട്ട് വന്നു. ഫഖാല, അവളോട് ഇമാം പറഞ്ഞു, കൂലീലി മൗലാഖ്, നിന്റെ യജമാനോട് പോയിട്ട് പറയ്. എന്ത് പറയും? ഇന്ന അബാ ഹനീഫത്തിന്റെ ഭാവി, അബു ഹനീഫയുടെ വാതുക്കലുണ്ട്. ഫഹറജലേ, അപ്പൊ മജൂസിയോട് വന്നു. മജൂസി വന്നാണ്ട് പോലെ എന്നോ യുത്തോലെ ബോബിൽ മാലി, മജൂസി കരുതിയത് ഇമാം പൈസ ചോദിക്കാൻ വേണ്ടിയാണ് വാതുക്കൽ മുട്ടിയെന്നാണ്. അതിനെ ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ കഥ മാറിയാണ്. വന്നിട്ട് ഇയാൾ ഓരോ ഒഴിക്കൈ കൊണ്ട് പറയാൻ തുടങ്ങി. ആര്? മജൂസി. അവന്റെ പുകയില് അടുത്ത ചേരാ അങ്ങോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി മൂപ്പര്. അങ്ങനെയാണല്ലോ കാല അബൂഹനീഫ റളിയല്ലാഹു അൻഹു. അബൂഹനീഫ പറഞ്ഞു, ഹാവുന ഓ ആവൂല, ഇവിടെ അയിരക്കാട്ടിലും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ പൈസ അല്ല ഇവിടെ പ്രധാനം. അയാറെ വലിയൊരു കട്ടകാലത്ത് കുടുങ്ങിയപ്പോ ഞാൻ അതൊക്കെ കിസ്സത്തിൽ ചിട്ടാരി ചോറിന്റെ ആ കഥ പറഞ്ഞു കൊടുത്തു. ചെറുപ്പം വന്ന് നമുക്ക് നജസ് തെറിച്ചിരിക്കുന്ന പറഞ്ഞു. വന്നു കൈഫ് സെബിയുല തത്തേരി, ആ മതിന് ശുദ്ധിയാക്കാൻ എന്താണ് വഴി എന്ന് ഇമാമു മജൂസിനോട്. ഫഖാൽ മജൂസി, ഓ മജൂസി പറയാണ്, അന അബുദോബി തത്തീരി നഫ്സി, ഞാൻ ആദ്യം എന്റെ നഫ്സ് ഒന്ന് ശുദ്ധിയാക്കട്ടെ. എന്റെ നഫ്സ് ഞാൻ ആരും ശുദ്ധിയാക്കട്ടെ. അസ്ലമ ഫില്ലി, അപ്പൊ തന്നെ മുസ്ലിമായി മജൂസി. മജൂസി അപ്പൊ തന്നെയാണ് മുസ്ലിമായി. ശുദ്ധിയാക്കണേ, മധുരമൊക്കെ പിന്നെ ശുദ്ധിയാക്കാൻ, ആദ്യം കൽബൊന്നും എന്താക്കട്ടെ, ശുദ്ധിയാക്കട്ടെ എന്ന് പറഞ്ഞു. വന്നുക്തത്തു ഫീഹി, ഇമാം റാസി തങ്ങൾ ഈ സംഭവം എന്നിട്ട് പറയാണ്, ഇതിൽ ഉള്ള കാതൽ എന്താന്ന് വെച്ചാൽ, അന്ന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലമ്മ ഇഅ്തറസാൻ ഗുൽമിൽ മജൂസി, ഒരു മജൂസിനെ പോലും ആക്രമിക്കുന്ന തൊട്ട് ഗുൽമ് ചെയ്യുന്ന തൊട്ട് ഇമാം അവർ ശ്രദ്ധിച്ചപ്പോ ഫിദാലിക്കൽ ഖദറിൽ കലീലി, ആ ചെറിയ ഒരു ഖദറില്, ഒരു നജസിന്റെ ചെറുപ്പമെന്ന് തെറിച്ചൊരു നജസിന്റെ കാര്യത്തിൽ പോലും ഒരു ഗുൽമ് ചെയ്തുക എന്ന് ചിന്തിച്ചപ്പോൾ ഇന്ദകൽ മജൂസിൽ കുഫ്രിയിൽ ഈമാൻ,
അററ്റ കാരണത്താൽ മജൂസി കുഫറിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നീങ്ങി. അപ്പൊ അതേപോലെ അനിൽ ലുൽമി, ലുൽമനെ തൊട്ട് ആരെങ്കിലും സൂക്ഷിച്ചാൽ കൈഫയക്കുനും ആലു ഇന്ദവായി, അള്ളാന്റെ അടുത്ത് അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കണം എന്നാണ് ഇമാം റാസിയെ പറ്റി ഒരു നിരൂപണം നടത്തുന്നത്. മോമിനികളെ, ഞാനിത് പറഞ്ഞിരുന്നവരോ, ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കണ മുത്തഖീങ്ങളുണ്ട് ദുനിയാവ്. ഒരു പരിച്ച് ആണ് മണ്ണായി പോകുന്നു. ഇവിടെ മഹാ തട്ടിപ്പും വഞ്ചനയും ചതിയായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. ഒരു പക്ഷെ ഒരു തിരിച്ചറിയും നേടാതെ പലരും മരിച്ചുകൊണ്ട്, ചിലവർക്ക് ഇപ്പം അടി കിട്ടുന്നുണ്ട്. ഇന്ന് എന്നോട് കോട്ടക്കുന്നുണ്ടായ ചോറി ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു തന്നേരം, ഓരോ പണിക്കാരെ പോകുന്നോട് പറയാണ് 5000 ഒരു സംഖ്യ എനിക്ക് തരാണ്ട് കൂലി. ഇയാൾ കറക്റ്റായിട്ട് കൊടുത്തുക്കണം. ഇയാൾക്ക് 100% ഉറപ്പാണ് ഉറപ്പിയും കൊടുക്കാറുള്ളത്. മറ്റവനാണെങ്കിൽ സമ്മതിക്കണമല്ലോ. അവൻ പറഞ്ഞു എനിക്കൊരു സംഖ്യ തരാണ്ട്. അതിനെന്താ മസല? ഞാൻ ഒരു മസല എത്തില്ല, എനിക്ക് 100% ഉറപ്പാണെങ്കിൽ അല്ലാതെ അടുത്ത് എനിക്ക് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാറ്. ഓട്ടിപ്പോൾ പൈസ കൊടുക്കാന്ന് തീരുമാനത്തില്ല. അത് ചെറിയ ഇന്ന് കേട്ടൊരു കാര്യം. ഞാൻ എല്ലാവരുടെ കാര്യങ്ങൾ ഞാൻ പറയണോ? തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെ ഒക്കെ എന്തെല്ലാം ജാതി. ഇപ്പം പിന്നെ കൂടത്തായി കൊമ്പുകളുടെ 5-6 കൊന്നൊരു കഥ ഉള്ള പേര് ഓർക്കുന്നുണ്ടോ? ഒരു ക്രിസ്ത്യൻ പെണ്ണ്, അമ്മ ഷാൻഖാനെയും അമ്മായിമാനെയും ആരൊക്കെ മോളി എത്ര ഇതായിട്ട് കൊന്നുകള്. ലാസ്റ്റ് ആണ് തുടങ്ങിയത്. എല്ലാവരും ഭർത്താവിനടക്കം എല്ലാവരും കൊല്ലുക. അങ്ങനെ എന്തെല്ലാം നടക്കുന്നത്? അതായത് ലാസ്റ്റ് ഒന്ന് തെളിഞ്ഞു നോക്കുക. തെളിയാത്ത ആയിരക്കണക്കിനുണ്ട്. ഓരോക്കെ അങ്ങനെ മരിച്ച മണ്ണായി പോയാൽ മതിയോ? നന്മ ചെയ്ത ആളുകൾക്ക് അതിനുള്ള സമ്മാനവും തിന്മ ചെയ്ത ആളുകൾക്ക് അതിനുള്ള തിരിച്ചടിയും വേണമെന്നുള്ളത് ലോകത്തിന്റെ മനസ്സാക്ഷി പറയുന്നുണ്ട്. മനസ്സാക്ഷി അങ്ങനെ പറയുന്നു. ഇവിടെ എന്തായാലും നടക്കൂലാൻ. ഇവിടെ ആരോടെ നടത്താൻ കഴിയുക? ഇവിടെ നടക്കാൻ കഴിയില്ല. ഇവിടെ സാധാരണ എപ്പോഴും പറയുള്ളൂ, ഒരാളെ കൊന്നവനുണ്ട്, 1000 ആളെ കൊന്നവന് മേലെ തല കൊല്ലാനേ കഴിയും. എന്നാൽ തന്നെ നീതി ആയിക്കോളുന്നില്ല. കാരണം കൊല്ലപ്പെട്ടവനുള്ള കൊല കൊണ്ടുള്ള പരിക്ക് ആയിക്കോളുന്നില്ല ഈ കൊന്നവന് വരുന്നത്. എല്ലാവർക്കും ഒരേ പരിക്കായിക്കൊള്ളുന്നില്ല. അതേ സ്ഥാനത്ത് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ സെക്കൻഡ് പോകുന്ന ആളുകളുണ്ട്. നാഗസാക്കിയിലും ഹിയാഷമീരൊക്കെ ബോംബിട്ടിട്ട് ലക്ഷങ്ങൾ അപ്പുറം കൊന്നു. ഇപ്പോഴോട് ജനിക്കുന്ന ആളുകൾ അംഗവൈകല്യ ആളുകളായിട്ട് ജനിക്കുന്നത്. ഓർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കാൻ ആരെക്കൊണ്ട് കഴിയുമ്പോഴാണ്. അള്ളാന്റെ കോടതിന്റെ അവസ്ഥ എന്താണെന്ന് കേട്ടോ. ഇതിലൊരു സംഭവം പറയണ്ടോ മനികളെ? അത് അതിന് കേട്ടോളൂ. അള്ളാന്റെ കോടതിന്റെ ചുരുക്കം എന്താ വെച്ചാൽ ഫമയ്യാണുൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ, അണുവിൻ തൂക്കമാണെങ്കിലും നന്മ ചെയ്താൽ എറ അതോടാണ്. ഒമയ്യാമുൽ മിസ്കാല ദർറത്തിൻ, അണു ഒരു പരമാണു ഉണ്ടല്ലോ, ഒരു നഗ്ന നേത്രം കൊണ്ട് കാണാനോട് കഴിയില്ല. സൂക്ഷ്മദർശിനിയോട് കൂടെ മാത്രമേ പരമാണുവിനൊക്കെ കാണാൻ കഴിയുള്ളൂ. അത്രയും ഒരാൾ തിന്മ ചെയ്താൽ അതും കാണും എന്ന് പറഞ്ഞിട്ട് റുബിയ ഇമാം റാസി തങ്ങൾ സംഭവം പറയാം. അന്നവോ യുജാവു ബി റജനി യൗമൽ ഖിയാമത്ത്, നാളെ അള്ളാന്റെ കോടതിയിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പോൾ ഫയൻറുഫി അഹ്വാലി നഫ്സിഹി, അപ്പൊ അവന്റെ സ്വന്തം നഫ്സിന്റെ സ്ഥിതികളിൽ അവൻ ഇങ്ങനെ നോക്കും. ഫലാ യറാലി നഫ്സി ഹസനത്തൻ, ഒരു നന്മ ചെയ്തതായിട്ട് ഓൻ ഓർമ്മല്ല. ഈ മനുഷ്യന് ഒരു വെള്ളിച്ചോടും പള്ളിക്ക് പോയിട്ടില്ലാന്ന്. ഒരു റമദാൻ മാസമായിട്ട് അവസാനത്തെ വെള്ളിച്ചോട്, അപ്പൊ എല്ലാവരും പോവല്ലോ, ഇയാൾ അവൻ പോയിട്ടില്ലാന്ന്. ഒരു നന്മ ചെയ്തതായിട്ട് ഓർമ്മന്നല്ല. അങ്ങനെ ഇപ്പൊ എത്തിയത് അള്ളാന്റെ വിളികളും ഞങ്ങൾക്ക് വരികയാണ്, യാ ഫുലാൻ ഉദുഖുൽ ജന്നത്ത് ബി അമരിക്ക, നിന്റെ കർമ്മം കാരണമായിട്ട് നീ സ്വർഗത്തിൽ പോയിക്കോ എന്ന്. ഫേക്കൂലോ, ഈ മനുഷ്യൻ പറയണോ, ഇലായി മാതാ അമിത്ത്, ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഒട്ടും ചെയ്തിട്ടില്ലല്ലോ. ഫേക്കൂലാവോ, അപ്പൊ അള്ളാഹോട് പറയും, അലസ്ത ലിമാ കുന്ത നായമൻ, അലസ്ത ലമ്മാ കുന്ത നായമൻ, ഒരിക്കൽ നീ ഇങ്ങനെ ഉറങ്ങിയപ്പോ തക്കല്ലത്തുമിൻ ജമ്പിൻ ഇല ജമ്പിൻ ലൈലത്തൻ, ഏതോ ഒരു രാത്രിയിൽ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ കടന്നു. ആ കടന്നപ്പോ ഫുൽദഫി ഖിലാൽ ഇദാലിക അള്ളാഹ്, അതിന്റെ അടിയിൽ അള്ളാഹ് എന്ന് പറഞ്ഞു. സുമ്മാലബക്കന്നോമുഹില്ലാടി, അപ്പൊ തന്നെ എനക്ക് ഉറക്കാണ്, ഉറക്ക് മികച്ചു വന്നു. ഫലസീത്ത താലിക്ക്, അതൊക്കെ ഇജ്ജി മറന്നുകണ്. പക്ഷെ അമ്മ ആന ഫല തേഹുദിനി സിനത്തും വലാനോ, ഫല തേഹുദിനി സിനത്തും വലാനോ, എല്ലാ ആയത്തിൽ കുറിച്ച് എന്നെ ഉറക്കമോ മയക്കമോ പിടികൂടുന്നില്ല. എവിടെ ഒരു അള്ള ആര് പറഞ്ഞാലും അതൊക്കെ അള്ളാന്റെ അടുത്തുണ്ടോ. ഫമാ നസീദ് താലിക്ക, ഞാൻ ഒരിക്കലും അതിനെ എന്താക്കിയിട്ട് മറന്നിട്ടില്ല എന്നുള്ളത്. അതാണ് അള്ളാന്റെ കോടതി. ഫമയ്യാമിൽ മിസ്കാല ദർറത്തിൻ, ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം മുമിനികളെ. നമ്മളൊക്കെ മൽക്കൾ എഴുതിക്കുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞേ. മൽക്കൾ എഴുതിക്കുന്നുണ്ട്. മൽക്കൾ എഴുതിച്ച് കിട്ടാൻ നമുക്ക് തരും ചെയ്യും. അപ്പൊ മൽക്കൊക്കെ പറഞ്ഞവർക്ക് ഈ യാ വൈരത്ത് അങ്ങനെയാണ് യാ ആയത്തിന്റെ പ്രശ്നം എങ്ങനെയാണ്? മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ, അങ്ങനെ തുടങ്ങുന്നത്. വയൗമ നുസൈറുൽ ജിബാല വതറല്ല വാരിദതൻ വനസന്നാഹു ഫലൻ വാദിറ മിൻ മഹദ വഅരിദു അലാ റബ്ബിക സഫ്ഫൻ ലഖദ് ജീതുനാ കമാ ഖലഖനാകും അവ്വല മറ ബൽ സഅംതു അൻ ലൻ നജലകും ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ഒക്കെ ഭയങ്കര ആയത്തനൊന്നിനെ.
കിതാബ് ഇങ്ങനെ കണ്ടിട്ട് മുജ്രിമീങ്ങൾ ദുർമാർഗികൾ ഇങ്ങനെ പേടിച്ച് ഉറക്കണം നിനക്ക് കാണാം. യക്കൂനവർ ഇങ്ങനെ വിലപിക്കും, യാ ലൈതനാ, നാശമേ, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒന്നും ഈ കിതാബ് ഒഴിവാക്കിയിട്ടില്ല, എല്ലാം ഇതിലുണ്ടല്ലോ, ഇതെന്ത് കിതാബാണെന്ന് ഒരു പേടിച്ച് കുറച്ച് പറയുമെന്നാണ് പറയണത്. എല്ലാം ഇതിലുണ്ടാവും, കിതാബിലുണ്ടാവും. പക്ഷേ ആ കിതാബ് എന്തിനാ നിങ്ങൾക്കറിയോ? അത് നോക്കിയിട്ട് അള്ളാഹു തആല തീരുമാനിച്ചാനൊന്നുമല്ല, അള്ളാഹ് നോക്കേണ്ട കാര്യമില്ല, അള്ളാഹ് നോക്കിയിട്ടല്ല തീരുമാനിച്ചത്. അള്ളാഹ് പിന്നെ എന്താ നിങ്ങൾക്കറിയോ? അത് സൂറത്ത് ഖാഫിൽ അള്ളാഹു തആല പറയും, വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചത്, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സിന്റെ ഉദിപ്പുകൾ പോലും നാം അറിയുമാറാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ നാം മനുഷ്യന്റെ തൊട്ടടുത്താണ്. ഇത് യതലക്കൽ മുത്തലഖിയാനി, അതിന് പുറമെ രണ്ട് മലക്കുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അനിൽ യമീനി വഅനി ശിമാലിക്കായത്, ഇടത്തും വലത്തുമായിട്ട് രണ്ട് മലക്കുകളുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്ക് പോലും പറയില്ല, അത് റഖീബോ അതീദോ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനാണെന്നറിയോ? ഇവിടുത്തെ കോടതിയുടെ ഒരു കുറ്റപത്രം സമർപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടല്ലോ, അത് കൊടുക്കും. അതിനാണ്, അള്ളാഹ് നോക്കിയിട്ട് ചെയ്യാനല്ല. കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഈ മലക്കൾക്കൊന്നും ഈ ചെയ്തത് ഇഖ്ലാസോടെ പോലെയാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. അതാരെ നോക്കുക? അള്ളാഹ് അതേ നോക്കുള്ളൂ. വലിയ കിതാബും കൊണ്ടിട്ട് ചിലവരൊക്കെ അള്ളാഹിനെ കൊണ്ടുപോകല്ലോ, മലക്കൾ വലിയ പ്രതീക്ഷയോട് കൂടെ പിന്നെ നിസ്കാരവും തറാവിയും ഖിയാമുല്ലയിലും ഒക്കെ പാടായിട്ട് അള്ളാഹ് പറയാം, അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അത് എനിക്ക് വേണ്ടി ചെയ്തതല്ല, ലോകമാനത്തിന് വേണ്ടി ചെയ്തതാണ്. മലക്കർക്ക് പോലും അറിയില്ലാവൂ, മലക്കളെ ചെയ്തവർക്ക് എഴുതിച്ചിട്ടുള്ളൂ. ഏതാണ് കോടതി ഒന്ന് ആലോചിക്കുകയാണ്, ജഡ്ജി അള്ളയാണ്. അള്ളാന്റെ സാക്ഷികളുടെ കൂട്ടത്തിൽ വലിയൊരു സാക്ഷി വേറെ കേൾക്കണോ? ഈ ഭൂമിയാണ്. ഭൂമി അള്ളഹാനോട് പറയും, ഇവൻ നിന്റെ പുറത്ത് വെച്ചിട്ട് ഇന്ന ദിവസം നിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഭൂമി. ഇതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യണത്? ഫറൽ നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ മാറിക്കണല്ലേ? മാറിക്കണം. അതേ പണി നിസ്കരിച്ചതിനോടൊക്കെ റസൂൽ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ആ സ്ഥലം ഈ സ്ഥലം നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ്. ഇത് നല്ല ഹൈറുള്ള മജ്‌ലിസിലേക്ക് പോകുമ്പോൾ ഒരു വഴി കൂടെ പോകാം, മറ്റേ വഴി കൂടെ തിരിച്ചു പോവാം, രണ്ടു വഴി ഇവന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ്. ഈ ഭൂമി നിങ്ങൾ സൂക്ഷിച്ചോളി. അള്ളാഹ് റസൂൽ പറയാണ്, അത് അള്ളാഹിന്റെ അടുത്ത് വലിയ സാക്ഷിയാണ്. ഖുർആനിൽ ഏതാ ആയത്തരോ? യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി കുലുക്കപ്പെട്ടാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമിയുടെ ചുമടുകളെ ഭൂമി പുറത്തേക്ക് തള്ളിയാൽ, വഖാലൽ ഇൻസാനു മാലഹ, ഭൂമിക്ക് എന്ത് പറ്റിയെന്ന് മനുഷ്യന്മാരൊക്കെ പറയുമ്പോൾ, യൗമഈൻ, ആ നാളിൽ തുഹദ്ദിസു, ഭൂമി പറയും, അഖ്ബാറഹ, ഭൂമിന്റെ വർത്തമാനങ്ങളൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ പറയാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ ബിഅന്ന റബ്ബക വഹലഹ, റബ്ബ് ഭൂമിയുടെ വഹി നൽകും പറയുന്നേ. അപ്പോൾ ഭൂമിയാണ് പറയാൻ തുടങ്ങുന്ന. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഭൂമി കാണിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിക്കണ്ട, ഭൂമി കാണാൻ വെച്ചിട്ട് ഭൂമി പറയും, ഇവിടെ ചെയ്ത് കൊല നടത്തിയിട്ടുണ്ട്, ഇവിടെ മറ്റോ വ്യഭിചരിച്ചിട്ടുണ്ട്, ഇവിടെ സുജൂദ് ചെയ്തിട്ടൊന്നും പറയും. സുജൂദ് ചെയ്താവും പറയും. സുജൂദ് ചെയ്താൽ പറയലും ആക്കല്ല. വേറൊരു കാര്യം നിങ്ങൾക്കറിയാം, മര്യാദക്കുള്ള സുജൂദാണെങ്കിൽ മുഅ്മിനീങ്ങളെ, ആ സുജൂദ് ചെയ്ത മനുഷ്യൻ മരിച്ചാൽ ഈ ഭൂമി തരുന്ന, ആകാശം തരുന്ന. ആകാശം എന്തിനാ കരയുന്നത്? ഇവന്റെ സുജൂദ് അമലൊക്കെ ഉയർത്തപ്പെടുന്ന കവാടം എല്ലാത്തിനും ഉണ്ട് എന്ന് ഉയർത്തപ്പെടുന്ന ആ കവാടം കരയും. ഫിറൗന്റെ ആളുകൾക്ക് ദുരന്തം ഉണ്ടായപ്പോൾ സുഹൃത്ത് ദുഹാനത് പറയുന്നുണ്ട്, ഫമാ ബക്കത്ത് അലൈഹിം ഉസ്സമാഉ വൽ അർദ്, ആകാശമോ ഭൂമി അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഫമാ മുൻവരി, ഒരു സെക്കൻഡ് പോലും അവർക്ക് സാവകാശം നൽകപ്പെട്ടതും ആരെ? ഫിറൗനും കൂട്ടക്കാരും അവിടെ മുക്കിക്കൊന്നതിനെ പറ്റി പറഞ്ഞെടുത്ത് അവിടെ പറയുന്നുണ്ടോ, നല്ല മുത്തു മുഅ്മിനീങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി മര്യാദക്കുള്ള സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പോലും മരിച്ചാൽ ഈ ഭൂമി ഉണ്ടാവും, കരയും, ആകാശവും. ഇതൊക്കെ അള്ളാന്റെ സാക്ഷികളാണ്. ഞാൻ എല്ലാവരും വലിയൊരു സാക്ഷി കേൾക്കണോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാലിക് യൗമിദ്ദീൻ എന്ന 5 ഒക്ടലും നമ്മളിങ്ങനെ നമസ്കാരത്തിൽ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാം. അങ്ങനെയുള്ള അതിനാണ് ഈ പറയാം. നാളെ ഖിയാമത്ത് ഒരു രംഗം പെടുന്ന ഇങ്ങനെ കണ്ടിട്ട് ഉസുബ ചിരിച്ചോണ്ട് വരും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, എന്തിനാ നമ്മൾ ചിരിച്ചത്? അപ്പൊ നിരിതങ്ങൾ പറയണം, നാളെ ഖിയാമത്ത് നടക്കാൻ പോണ രംഗം അള്ളാഹ് കാണിച്ചു തന്നിട്ട് ഞാൻ ചിരിച്ചതാണ്. അങ്ങനെ കോടതിയിൽ ഒരു ചെങ്ങായി വന്നിട്ട് പറയാം അള്ളാഹിനോട്, പക്ഷേ ഇന്ന് ദുൽമൊന്നും ഉണ്ടാവില്ല ഈ കോടതിയിൽ, ദുൽമേ ഇല്ല, ഇവിടെ ദുൽമൊന്നും ഇല്ല. അപ്പൊ ഇവ അള്ളാഹിനോട് പറയാമല്ലോ, അള്ളാഹിനെ കൊടുക്കാൻ വേണ്ടി. എന്നാ പിന്നെ ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ മാത്രമേ കൂട്ടുള്ളൂ, അത് സാക്ഷരം ഞാൻ കൂട്ടൂല. അള്ളാഹിനെ കൊടുക്കാൻ വേണ്ടിയാണ് അവന്റെ പണി. ഈ ആളിന് പറ്റില്ല, ഇവിടെ മക്കളെ എഴുതിയിട്ടുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ ദുൽമായില്ലേ? അള്ളാഹ് വാക്ക് മാറ്റിയില്ലേ?
ഓക്കെ, നിങ്ങൾ ഇവൻ അള്ളാഹിന് കൊടുക്കാൻ വേണ്ടി പറയണമല്ലോ, ഞാൻ എന്റെ കാര്യത്തിൽ സാക്ഷിയായിട്ട് എന്നെ മാത്രമേ കൂട്ടുള്ളൂ. ബാദ് പറഞ്ഞു അള്ളാഹിനോട് പറയും കഫാ ബിനഫ്സിക്കൽ യൗമ ഹസീബ. ഓനായത്താണ്, ജന മതി, വേറെ ആരും വേണ്ട. അവൽ കിറാമിൽ കാത്തിബീന സൂറ, എഴുത്തുകാരായ ആദരണീയ മലായിക്കത്യങ്ങൾ സാക്ഷിയുണ്ട്. നീ ഹസീബായിട്ട് വിചാരകനായിട്ട് നീ തന്നെ മതി എന്ന് പറയലും അത് വായിക്ക് സില്ല് വെക്കും. അല്യൗമ നസ്തുമല അഫ്വാഹിഹിം വതുകല്ലിമുന ഐദിഹിം വതശ്ഹദു ബിമാ കാനൂ യക്സിബൂൻ. വായിക്ക് സീൽ വെക്കും, കയ്യും കാലും സംസാരിക്കാനുണ്ടാവും, സ്വന്തം കയ്യും കാലും. അത് വേറെ ആയത്തിൽ ഇങ്ങനെയാണ്, യൗമ തശ്ഹദു അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും. കേൾവിയും കണ്ണും അവരുടെ ചർമ്മങ്ങളും അവർക്കെതിരെ സാക്ഷി പറയും. കാലൂലി ജലൂദിയും, അപ്പൊ സ്വന്തം ചർമ്മങ്ങളോട് ഇവർ ചോദിക്കും, യമശഹിത്തും അലേന, നിങ്ങൾ എന്തിനാ നമുക്കെതിരെ സാക്ഷി പറയുന്നത്? കാലു, സ്വന്തം തൊലികൾ പറയും, അന്തകനല്ലാഹുല്ലദീ അന്തക കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ച തമ്പുരാൻ ഞങ്ങളോട് സംസാരിപ്പിച്ചതാണ്. ഇതാണ് ആ കോടതിന്റെ നില. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാന്റെ കോടതി മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ കറക്റ്റായ പ്രതിഫലം, നന്മ തിന്മകൾക്ക് വളരെ നിഷ്കൃഷ്ടമായ നീതിപൂർവമായ പ്രതിഫലം നടപ്പാക്കപ്പെടുന്ന ഒരു സന്ദർഭം വേണം എന്നുള്ളത് എല്ലാവരും മനസാക്ഷ്യം പറയുന്നുണ്ട്. എല്ലാവർക്കും നിരാശപ്പെടേണ്ട. ഈ 4 ദിവസത്തെ ജീവിതത്തിലെല്ലാം അവസാനിക്കൊന്നുമില്ല. കറക്റ്റായ കോടതിയോടെ വരാൻ പോകുന്നു. മാലിക് യൗമിദ്ദീൻ, ആ പ്രതിഫല ദിനത്തിന്റെ അധിപനാണവൻ. അതൊക്കെ ഇതുവരെ പറഞ്ഞ അള്ളാഹിനെ പറ്റിയുള്ള വായ്ത്തലുകളാണ്. അത് കഴിഞ്ഞിട്ട് ഇയ്യാക്ക, ആ നിന്നെ മാത്രം നാബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വയ്യാക്ക നിന്നോട് മാത്രം നസ്തഈൻ ഞങ്ങൾ സായം തോന്നുന്നു പറയുമ്പോൾ എത്ര ഉഷാറുണ്ടോന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അത് ചിന്തിച്ച് പറയുന്നതാണ്.